ഞങ്ങൾ പോണത് അറിയില്ല, സർപ്രൈസ് ആയിട്ട് പോവാം. നമ്മുടെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഫംഗ്ഷൻ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല ചൂടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പോണതിന് മുമ്പ് എന്തെങ്കിലും, കുട്ടികളൊക്കെ അവിടെ എല്ലാവരും ഉള്ളതാണ്. മൂത്ത ബ്രദറിന്റെ വൈഫ് വന്നിട്ടുണ്ട്, പുതിയ കുട്ടി വന്നിട്ടുണ്ട്, പിന്നെ ഷഫ, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 2 മാങ്ങയും പാലും മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സാധനം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് മാങ്ങ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ എനിക്ക് കുറേ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്, കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രസ്സും അങ്ങനെ കിട്ടിയതാണ് കേട്ടോ, മീഷോന്ന് കിട്ടിയ ഡ്രസ്സുകളാണ്. അതും കൂടെ കാണിച്ചു തരാം. പിന്നെ ഉമ്മാക്കൊരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പോഴേക്കും നിങ്ങളൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഓട്ടെ കേട്ടോ, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികളോട് ഭയങ്കര ഒച്ചയും ബഹളമാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എനിക്ക് മീഷോയിൽ നിന്നും കിട്ടിയ കുറേ ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സ് ഇതാണ്. ഇത് കുറച്ച് എൻ്റെ സൈസ് മീഡിയം ആണ്, പക്ഷെ കുറച്ച് എനിക്ക് വലുതായിട്ടാണ് കേട്ടോ, വലുതായിട്ടാണ് കേട്ടോ എനിക്കിത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി. അപ്പൊ മീഷോ ആപ്പ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, 1 കോടിയിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു റീസെല്ലിംഗ് ആപ്പാണ്. നമുക്ക് ഇതിൽ വന്നിട്ട് 50 ലക്ഷത്തിലധികം പ്രോഡക്ട്സ് ഇവരുടെ ഉണ്ട്. കിച്ചൺ ആക്സസറീസ് ഉണ്ട്, മെൻസ് വെയർ ഉണ്ട്, കിഡ്സ് വെയർ ഉണ്ട്, പിന്നെ അതുപോലെ ലേഡീസിലുള്ള ഫാഷൻ, ബ്യൂട്ടി, ഹോം ഡെക്കോർ ഐറ്റംസ്, ഇതുപോലെ ഒരുപാട് 50 ലക്ഷത്തിലും അധികം സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. അതായത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല പറ്റുന്നത്, കൂടെ തന്നെ നമുക്ക് ഏൺ ചെയ്യാനും, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് കാശ് ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു കിടിലൻ ആപ്പാണ്. അറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം. വാട്സാപ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ മീഷോയിൽ കയറി കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയൊരു മാർജിനും കൂടെ ചേർത്തിട്ട് നമുക്ക് റീസെല് ചെയ്യാൻ പറ്റും. ആ ചെറിയൊരു മാർജിൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ വരികയും ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ വന്നിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മീഷോ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, നമുക്ക് 30% ഓഫോ അല്ലെങ്കിൽ 100 രൂപ ഡിസ്കൗണ്ടോ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിലൂടെ നിങ്ങൾ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ റീസെൽ ചെയ്ത് കാശ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഈ ഡ്രസ്സാണ്. ഇത് ഞാൻ കോട്ടൺ അല്ല, ഒരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഫോട്ടോയിൽ കാണുന്ന അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ, പക്ഷെ കുഴപ്പമില്ല, ചൂടെടുക്കും. നമുക്ക് വല്ല ഫംഗ്ഷൻ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ ഇത് നമുക്ക് ഇടാം കേട്ടോ. നല്ല പ്രിന്റ് ഒക്കെയാണ്, നല്ല വലിപ്പമുണ്ട് കേട്ടോ സൈസ്. ഇത് താഴെ ഫ്രില്ലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ ഫ്രില്ലുണ്ട്, നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കട്ടും കൂടെ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് നല്ല ലൂസാണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ എടുത്ത ഡ്രസ്സോ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. അവർ തന്നെ വന്ന് എടുത്തിട്ടും പോകും, നമ്മുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇതാണ് കേട്ടോ, ഇത് പ്യുവർ കോട്ടൺ ആണ്. ഞാൻ കോട്ടൺ നോക്കിയെടുത്താണ്, വലിയൊരു ഭംഗിയൊന്നും നമുക്ക് തോന്നില്ല, പക്ഷെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇത് വന്നിട്ട് ഡബിൾ പീസ് ആണ് കേട്ടോ. ഉള്ളിൽ വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഷിമ്മി പോലുള്ള ഒരു പീസും, പുറത്ത് വന്നിട്ട് ഇതുപോലെ ഒരു കോട്ടും ആണിത്. നല്ല കോട്ടാണ്, ഉള്ളിലത്തെ നല്ല കളറാണ് കേട്ടോ, പുറത്തേക്കാളും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഇടുപ്പിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കുറെ ഫ്രില്ല് വരുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ മെലിഞ്ഞവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തടിച്ച പോലെയുള്ള ഒരു ഫീല് തോന്നും. ഇതിവിടെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, ഇതും എം സൈസ് തന്നെയാണ്. അപ്പൊ സൈസുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേരിയേഷൻ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ മെറ്റീരിയൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ചിലർക്ക് മെറ്റീരിയൽ വല്ലതും മാറി വന്നാലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഈ ഡ്രസ്സ് നമുക്ക് നോക്കാം, ഫുൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഡബിൾ പീസാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കോട്ടും ഉള്ളിലുള്ളത് മറ്റേ പെറ്റിക്കോട്ട് പോലത്തെ വലിയൊരു ഷിമ്മി പോലെയാണ്. നല്ല രസമാണ്. അതുപോലെ തുണി നല്ല പ്യുവർ കോട്ടൺ ആണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് എങ്ങനെ മീഷോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് ഇതുപോലെ മീഷോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ വന്നിട്ട് നമ്മൾ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ കുറേ, അതായത് ലേഡീസ് വെയർ, കുർത്തി, മെൻസ് വെയർ, ഹൗസ് ഹോൾഡ് സാധനങ്ങൾ, കിച്ചൺ ആക്സസറീസ്, ഷൂസ്, ഫാഷൻ, ബ്യൂട്ടി, പിന്നെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഇത് വരുമ്പോൾ ഞാൻ ഇതിൽ വന്നിട്ട് സൽവാർസ് അല്ലെങ്കിൽ അനാർക്കലി ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിത് സെലക്ട് ചെയ്യാണ്. 367 രൂപയാണ് വില. അപ്പോൾ ഇതിൻ്റെ വന്നിട്ട് വ്യൂ ഡീറ്റെയിൽസ് എടുക്കുക. ഓരോ ആൾക്കാർ വാങ്ങിയതിൻ്റെ റിവ്യൂ ഉണ്ടാവും, അത് നോക്കിയിട്ട് നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചതിവ് പറ്റും. അപ്പോൾ നിങ്ങളുടെ സൈസ് ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ആർക്കെങ്കിലും നിങ്ങൾ റീസെല് ചെയ്യാനാണെങ്കിൽ ഷെയർ നൗ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് ആ ഫോട്ടോ പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് റിവ്യൂ നോക്കിയതിന് ശേഷം ഇത് ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈസ് ചാർട്ട് വരും. ഇപ്പോൾ എൻ്റെ സൈസ് M ആണ്, അപ്പോൾ ഞാൻ M കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ വരും, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് ആർക്കെങ്കിലും സെല്ല് ചെയ്യാനാണെങ്കിൽ എസ് ഓർ നോ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെല്ല് ചെയ്യാനാണെങ്കിൽ എസ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മാർജിൻ കൂടെ ആ റേറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ 33 രൂപ മാർജിനാണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. റീസെല്ല് ചെയ്യുന്ന സമയത്ത് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനും എല്ലാറ്റിനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് അടുത്ത ഡ്രസ്സ്. ഒരു കോട്ടന്റെ പിങ്കും വൈറ്റും കൂടി കലർന്ന ഒരു ഡ്രസ്സാണ്. സാധാരണ ചുരിദാർ കുർത്തി സെറ്റാണ് കേട്ടോ. പാൻറ്റും ഷോളും ഒക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. ഇനി ഇത് ഫുള്ളായിട്ട് കാണിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് മീഷോന്ന് വാങ്ങുന്നതെങ്കിൽ 30% ഓഫറോ അല്ലെങ്കിൽ 100 രൂപ ഡിസ്കൗണ്ടോ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതൊരു സ്ട്രൈപ്സ് ഒക്കെ ആയിട്ടുള്ളൊരു പാൻറ്റാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഷോള് ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല, വക്കൊന്നും അടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സ്പീഡായിട്ട് കാണിച്ചതാണ്. അപ്പോൾ പാൻറ് കാണിക്കാം. പാൻറ് ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ്, ഒരു സ്ട്രൈപ്സ് വരുന്ന പോലെയുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഈ ഷോൾ ഞാൻ തലിച്ചിട്ട് നിൽക്കാം, അപ്പോൾ ഭംഗിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ നോർമൽ സ്റ്റോളിന് ഇട്ടത്. അടുത്ത ഡ്രസ്സ് നമ്മുടെ റനക്കുട്ടിയാണ്. ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. അപ്പോൾ റനക്കുട്ടിക്കുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. കൈയൊക്കെ പഫായിട്ട് കോട്ടൺ ആണല്ലേ മെറ്റീരിയൽ. ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഉള്ള ടൈപ്പിലാണ്. പക്ഷെ ഇത് റനക്കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത് നമ്മൾ വെട്ടാൻ പോവാണ്. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഡ്രസ്സ് ബട്ടൺ ഉള്ള ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മതി ആടിയത് മതി. റന പിന്നെ ആടാൻ കിട്ടിയ ചാൻസ് വേസ്റ്റ് ആക്കൂല. ഇതെന്താ കാറ്റ് വാക്കാ? ഇതാണ് അപ്പോൾ ലാസ്റ്റത്തെ ഡ്രസ്സ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സെയിം അതേ മോഡൽ തന്നെയാണ്. പക്ഷെ കൈ ഇത്തിരി ചെറുതാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ സ്ലീവ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇതിലും ഇതുപോലെ ഡബിൾ പീസാണ്. ഉള്ളിൽ ഇതുപോലെ ഷിമ്മി പോലെയുള്ള പെറ്റിക്കോട്ട് പോലെയുള്ള ഒരു പീസും പുറത്ത് ഇതുപോലെ ഒരു കോട്ട് ചെക്കിൻ്റെ ആണ്. ഫോട്ടോയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നേരിൽ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഓട്ടോക്കാരുടെ കോട്ട് പോലെ ഉണ്ടെന്നാണ് നമ്മുടെ റനക്കുട്ടി പറയുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ്. നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് മീഷോയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മീഷോ നിങ്ങൾ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫർ അല്ലെങ്കിൽ 100 രൂപ ഡിസ്കൗണ്ടോ കൂടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ റീസെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്രസ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി നോക്കിയതിന് ശേഷം മാത്രം ഡ്രസ്സുകൾ എടുക്കുക.
നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ മാറ്റി കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ പണികളിലേക്ക് പോവാം. ഞാൻ മാംഗോ ഒക്കെ ചെത്തി എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. നമ്മുടെ പുഡിങ്ങിൻ്റെ പണി ഓർമ്മയുണ്ടല്ലോ അല്ലേ, അത് ഞാൻ അതിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക്. നല്ല അടിപൊളി ഒരു പുഡിങ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കൊരു 2 മാങ്ങ മതി ശരിക്കും പറഞ്ഞാൽ, അത് വെച്ചിട്ട് തന്നെ നല്ലൊരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റ് നല്ലോണം സോഫ്റ്റ് ആയിട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന പൾപ്പ് എടുക്കുക. അത് ഫുള്ളായിട്ട് ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുക്കാം. ഞാനിതിൽ 2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതായത് 2 കപ്പ് മീൻസ് 1 കപ്പ്. ഇത് വന്നിട്ട് എൻ്റെ 1/2 കപ്പാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് 2 കപ്പോളം പാലൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടി. ഇത് റെഡിയാവുന്ന നേരത്തെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇത് 1/2 കപ്പ് കോൺഫ്ലോർ മാവാണ്. അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കോൺഫ്ലവർ നല്ലതല്ല എന്നൊക്കെ ചിലർക്ക് തോന്നാം. ആക്ച്വലി ഇത് ചോളമാവാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാം. നമുക്കിതിലേക്ക് തിള വരുന്നുണ്ട് കേട്ടോ. ഈ തിള വരുന്ന സമയത്ത് നമ്മുടെ ഈ കോൺഫ്ലവറിൻ്റെ മിക്സർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട കെട്ടാണ്ട് വേഗം ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിക്കാവും ഇത്. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഞാൻ നിർത്താണ്, സ്റ്റവ് നിർത്താണ്. അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ കുറച്ചൊന്ന് വെണ്ണയോ നെയ്യോ ഒക്കെ തടവിയിട്ട്, എത്ര വെള്ളം ഉണ്ട് അതാണ് ഞാൻ തുടച്ചത്. അപ്പോൾ വെണ്ണ എടുക്കണ്ടേ ഞാൻ, കണ്ടില്ലേ പഴയ പാത്രമാണ്, അതുകൊണ്ട് കളറൊക്കെ ഭയങ്കര മോശമായിട്ടൊക്കെ ഉണ്ടാവാം ഉള്ളിൽ, അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒന്ന് ഇതിലാക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ കുഴപ്പതാണ്, ആ പാത്രമൊക്കെ ഷേപ്പൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒരെണ്ണം ഇതിലും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് 2 മാങ്ങയിലാണ് ഇത്രയും നമുക്ക് കിട്ടിയത്. വാവ്, ചുച്ചുക്ക് വേണോ? ചുച്ചുക്ക് തരൂലോ? തരുമോ? ഇല്ല. ദിയാന്റെ ബേബിനെ കാണാൻ പോവാണ്. ഇത് ചൂടൊന്ന് അറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ല ചൂടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നല്ല ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പുഡിങ്ങും കൂടെ നമുക്ക് എടുക്കണം. പിന്നെ ഇവിടെ കുറേ പണികളുണ്ടോ, ബാലൻസ് ഫുള്ള് നമ്മളിപ്പോൾ ഇട്ട ഡ്രസ്സുകളൊന്നും മടക്കിയിട്ടില്ല. മടക്കാനൊക്കെ നിന്ന് ഒത്തിരി നേരമായി പോവും. ഇപ്പം തന്നെ 6 മണി ആവാൻ പോകുന്നുണ്ട്. അപ്പം ഇനി മഹ്രിബ വന്നതിന് മുമ്പ് വേഗം അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഹേസു പിടിക്കേ 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 ഹേസുനെ പിടിക്കേ. ചുച്ചുമാ പോകാം നമുക്ക്. എങ്ങോട്ട് കയറണം? മതി മതി. സെറ്റ് ആവുന്നുള്ളൂ. 2 പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം 2ഉം കൂടെ നമുക്ക് അപ്പോൾ റെഡി. അവിടെ പോയിട്ട് കഴിക്കാനാണ് ചുച്ചു. പോവാ. അപ്പൊ നമ്മള് ഇതും കൊണ്ട് അമ്മനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നു. ഐ എം സോ എക്സൈറ്റഡ്. കുറേ സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ വയ്യ. കോവാക്സിൻ അല്ല കോവിഷീൽഡ് എടുത്തിട്ട് കൈ പൊക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഇത് മാത്രം ഒപ്പിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും കാറിൽ കയറിയിട്ടുണ്ട്. പോവാൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഞങ്ങൾ പോണത് അറിയില്ല, സർപ്രൈസ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പറഞ്ഞു
എന്താണ് വായൊക്കെ എങ്ങനെയൊക്കെയോ പോണ ഡ്രസ്സൊക്കെ ഏതോ സൈഡിൽ അണ്ണാന്റെ ആ സൈക്കിള് ഞാൻ പൊട്ടി സൈക്കിളില്ലേ അണ്ണാന്റെ അണ്ണാന്റെ പൊട്ട സൈക്കിള്, ചിച്ചുവിന്റെ കാറ്. വീഡിയോ വ്യൂസ് ഡ്യൂറേഷനൊക്കെ കുറവാണല്ലോ, എന്ത് പറ്റി? ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ വീഡിയോ? പിന്നെ അതുപോലെ കൊറേ അൺസബ് പോണുണ്ട് കേട്ടോ. നോർമലി നമുക്ക് നല്ല ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടാവും, പക്ഷെ ഇതിപ്പോ നല്ല കമ്മിയായിരിക്കാണ്. എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇന്നത്തെ വീഡിയോ. എന്താ അവസ്ഥ? ഫുഡിന്റെ ഇല്ല, അതുകൊണ്ടാണ്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, സ്ത്രീകളെ മാത്രമല്ല ഫുഡ് ഇഷ്ടപ്പെടും. കാറിൽ കയറി കഴിഞ്ഞാൽ ഹയാൻ അപ്പം അടിയുണ്ടാക്കും. പിന്നെ എങ്ങനെയാണ് ഇവനെ വെച്ചിട്ട് നമ്മള് വലിയ വലിയ ട്രിപ്പൊക്കെ പോവാ? വായ കൊണ്ട് അടി ഉണ്ടാക്കും. നീങ്ങ് അത് ചുച്ചുകുട്ടീന്നേ ചെറിയ കുട്ടീന്നാണ് അവൻ അടി ഉണ്ടാക്കുന്നത്. അത് എന്തൊക്കെയോ പറയുന്നുണ്ട്. നീങ്ങ കഴിയാനോ? എന്തായാലും നിന്നെ പോലെയല്ല. ചേച്ചി മണി വാടി അമ്മിന്റെ മടിയില് വാ. ഒരാളുടെ എടുത്ത അടുത്ത ആള് ഓടി വരും. തല ചീകണം. എന്റെ കുട്ടിക്ക് അവിടെ പോയിട്ട് തല ചീക്കി കൊടുക്കണം. മിണ്ടാണ്ടിരിക്കും, പ്ലീസ് ഉണ്ടാക്കല്ലേ. ഏയ്സം കണ്ടിട്ടില്ല, ഇനി പേസനെയും കൂടെ കാണിക്കണേരിക്കും അല്ലേ? എന്റെ കൈ തട്ടി. അപ്പോൾ വീടെത്തിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.